അപ്പോൾ നമ്മൾ വട്ടവടയിൽ എത്തിയ കാഴ്ചയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ വട്ടവട നമ്മൾ ബസ് ഇറങ്ങി വന്നതിന് ശേഷം ഉള്ള കാഴ്ചകളും അവിടുന്ന് നമുക്ക് കിട്ടിയ സൗഹൃദവും അപ്പോൾ നമ്മൾ റൂമിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എല്ലാമാണ് ഇനിയുള്ള വീഡിയോയിൽ. കൂടാതെ സ്വർണ്ണം ഒഴുകുന്ന നമ്മുടെ ചിലന്തിയാറിൻ്റെ വീഡിയോ എല്ലാം കൂടെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വട്ടവടയിൽ നിന്ന് ബസ് ഇറങ്ങുമ്പോൾ കൂടെ 2 അനിയന്മാരെയും കൂടെ കിട്ടി. എറണാകുളം ആലുവയിലുള്ളതാണ്. പിന്നെ ഒരു തമ്പിയും കൂടെ കിട്ടി, തമിഴ്നാട് ചെന്നൈയിലുള്ള. അങ്ങനെ പിള്ളേരെ ഞാനും കൂടെ നേരെ ഒരു ഓട്ടോ പിടിച്ച് ഒരു സ്ട്രോബെറി തോട്ടത്തിൽ വന്ന് അവിടുത്തെ ചിലന്തിയാറിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് നമ്മുടെ അപ്പൂനെ കാണുന്നത്. അങ്ങനെ അപ്പൂനെ കണ്ട് നേരെ നമുക്ക് ഫുഡ് മേടിക്കാനായിട്ട് വന്ന് തിരിച്ചു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ അപ്പു തിരുവനന്തപുരം പൂവാറുകാരനാണ്. അങ്ങനെ അപ്പു ജോലി ചെയ്യുന്ന ഒരു സ്റ്റേയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പം അപ്പു പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പുവിൻ്റെ ക്ഷണവും സ്വീകരിച്ച് നമ്മൾ ഈ കാണുന്ന ആസിമൗണ്ട് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വന്നു. അപ്പോൾ ചിലന്തിയാർ റൂട്ട് പോണ വഴിക്കാണ് ഈ ഒരു ഹാസി മൂമെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേ സെറ്റപ്പ് സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാവുന്ന ആ ഒരു ആംബിയൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ ഹഡിൻ്റെയും ഡ്രോമട്രിയുടെ ഒക്കെ അറേഞ്ച്മെൻറ്റ് നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി കേട്ടോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ഏകാന്തമായിട്ടൊരു നല്ലൊരു ആംബിയൻസ്, സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ഈ സ്റ്റേ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. നല്ലൊരു ഭംഗിയേറുന്നൊരു പ്രദേശം തന്നെയാണ്. അങ്ങനെ ചിലന്തിയാറേക്ക് നടന്നു പോകാൻ പ്ലാൻ ചെയ്ത നമ്മൾ അനിയന്മാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങോട്ട് നടന്നു പോകുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം നല്ല കയറ്റവും ഭയങ്കരമായ റോഡൊക്കെയാണ്. അപ്പോൾ നമ്മളെ കൈ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നേളൂ. ഇപ്പം തന്നെ അത്രയും ദൂരം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഫുഡ് കഴിച്ച് ഉച്ചവാരം ഇവർ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാൻ എടുത്തേക്ക് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ റൂം സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്ലാനിൽ നമ്മളൊരു ഹഡ് 4 പേര് കൊണ്ട് ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അവിടെ എന്തൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന്. ഏതാണ്ട് 50ഓളം പരം പേർക്ക് ഇവിടെ ഒന്നിച്ച് സ്റ്റേയും സൗകര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഒരു 12 സീറ്റ് ട്രാവലറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം സുലഭമാണ്. അപ്പം അത്യാവശ്യം ഹഡും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്ന പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. അതുമല്ല ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെതായ രീതിയിൽ അടുക്കും ചിട്ടയിലും തന്നെ കൃത്യമായി ചെയ്തിട്ടുണ്ട് അവർ. അപ്പം ബാത്റൂമിൻ്റെ സൗകര്യം അതിൻ്റെ നീറ്റ്നെസ് ഒക്കെ എന്ന് പറയുന്നത് പക്ക ക്ലിയർ ആൻഡ് ക്ലീനിങ് എന്ന് തന്നെ പറയണം. അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ട് ഈ വീഡിയോ തന്നെ ബോധ്യപ്പെടാവുന്നതാണ്. പിന്നെ അത് കൂടാതെ അപ്പവും അതിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് സ്റ്റാഫുകളൊക്കെ എല്ലാം വളരെ സൗഹൃദപരമായിട്ടുള്ള ആൾക്കാരാണ്. ഈ കാണുന്നതെല്ലാം ക്യാരറ്റ് തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവരുടെ ആ പ്രോപ്പർട്ടിയുടെ സൈഡിലായിട്ട് നിൽക്കുന്നതാണ് ഈ കൃഷിയൊക്കെ. പിന്നെ ഇടയ്ക്ക് മരത്തക്കാളിയും അങ്ങനെ കുറച്ച് ചെടികളും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ടെൻറ്റിൻ്റെ സെറ്റപ്പ് രീതിയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ കയറി പോകുന്ന ടെൻറ്റിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളാണ്. അപ്പോൾ അടിയിൽ നിന്ന് തൂണുകൾ വന്നിട്ട് അതിൻ്റെ മേളിൽ തൂണും പലകയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിലാണ് ടെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ടെൻറ്റിൻ്റെ ഉൾവശം ഇതാണ്. ഇത്രയും വിശാലമായിട്ട് നല്ല 4 പേർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയ സൗകര്യമായ ഒരു ടെൻറ്റാണ്. ടെൻറ്റിൻ്റെ പുറഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ കാണുന്ന കൊടൈക്കനാൽ മലകളുടെ ഭാഗങ്ങളാണ് അപ്പുറത്തൊക്കെ. അപ്പോൾ ടെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആ വ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. താഴോട്ട് മറ്റ് സ്റ്റേ സൗകര്യ സെറ്റപ്പുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെയധികം ഭംഗിയാർന്ന ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോണത് ഹഡാണ്. അപ്പോൾ ഹഡിൻ്റെ അവിടെ മാത്രമല്ല എല്ലായിടത്തും ഹീറ്ററും കാര്യങ്ങളും ചൂടുവെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കൂടാതെ ഹഡിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഓറഞ്ച് മരം നിൽപ്പുണ്ട്. അപ്പം പ്രാവശ്യം ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഓറഞ്ച് അതിൽ നിൽക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വലിയ മരവും നിറച്ച് ഓറഞ്ചൊക്കെ ക്ലിക്ക് നിൽക്കുമായിരിക്കും. കൂടാതെ മറ്റ് ഫലവൃക്ഷങ്ങളുടെയും അല്ലാതെ അതിൻ്റെ പരിസരത്തായിട്ട് മറ്റ് ക്യാരറ്റ് അല്ലാതെയുള്ള കൃഷികളൊക്കെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ടാണ് ഈ സ്റ്റേയും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹഡിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു 3-4 പേർക്ക് ചേറിട്ട് ഇരുന്ന് അതിൻ്റെ ഫ്രണ്ടിലൊരു ടേബിളൊക്കെ ഇട്ട് നമുക്ക് ആംബിയൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വൈബുണ്ട്. നമ്മുടെ കറിവേപ്പിലയാണത്. ഇത് പിന്നെ ഒരു അത്തിമരമാണെന്ന് തോന്നുന്നു, എനിക്ക് എത്ര ഐഡിയ ഇല്ല അത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹഡിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊന്ന് ഇരിക്കാനുള്ള സൗകര്യം. അപ്പോൾ നല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തണുത്ത കാറ്റോട് അല്ലെങ്കിൽ പുലർച്ചയൊക്കെ ആകുമ്പോൾ നല്ല തണുത്ത കാറ്റിലിരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പും അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്.
അത് കഴിഞ്ഞ് ഓപ്പണായി തുറന്ന് കയറുമ്പോഴത്തേക്ക് 2 സൈഡിലായിട്ട് 2 ബെഡ്, 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലായിട്ട് പോകുന്നത് നേരെ കാണുന്നത് ഒരു ബാത്റൂമിൻ്റെ ഭാഗമാണ്. അപ്പോൾ വലത് സൈഡിലായിട്ട് 2 ഡ്രോ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഈ ബാത്റൂമും പക്കാ ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇവർക്ക് ഡോമിറ്ററി സൗകര്യവും ഉണ്ട്. ഡോമിറ്ററി സൗകര്യം എ ഹെഡും ടെൻറ്റും, ഈ 3 സൗകര്യം. 50 പേർക്കോളം ഇവിടെ തങ്ങാം ഒരു ബാച്ച് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ഫുഡ് കൊണ്ടുവന്ന് നമ്മൾ അവിടെ വെച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പം പൊറോട്ടയൊക്കെ നല്ല ചൂറ് പൊറോട്ടയായിരുന്നു. ഇപ്പം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കണക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വട്ടവടയ്ക്ക് പോയി അവിടെ നിന്ന് ജീപ്പ് അറേഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഞാനൊപ്പം കൂടി എൻ്റെ സൗഹൃദത്തിലൊരു പയ്യനെ കിട്ടി. അപ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ താത്ത് നമുക്ക് ഓടി അരുണെന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ രാഗി പറക്കുന്ന ചെമ്പരത്തിനെ പോലെ വട്ടമടിച്ച് പാറുന്ന ഈ കാണുന്നവനാണ് അപ്പു. അപ്പോൾ നമ്മൾ ജീപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേയിലേക്ക് വരുന്ന ഈ കമാൻഡറുടെ ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, നമ്മുടെ കൂടെയുള്ള 3 പയ്യന്മാരും, പിന്നെ അരുണും വരുന്നുണ്ട്, പിന്നെ നമ്മളെ ഡ്രൈവർ അരുണും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിൽ കയറി നേരെ പോകുന്നത് ഫസ്റ്റ് ചിലന്തിയാറിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വണ്ടിയിലോട്ട് കയറുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് കയറുന്നതിന് മുന്നായിട്ട് നമ്മളെ ടീമും കാര്യങ്ങളും, അപ്പോൾ നമ്മളൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി നേരെ തിരിച്ച് നമ്മൾ ചിലന്തിയാറിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആലുവയുള്ള 2 ടീമോ അവരാണ്, അത് ചെന്നൈയിലെ പയ്യനതാണ്. അപ്പോൾ നമ്മളോട് നേരെ ചിലന്തിയാറിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ നമ്മൾ റോഡും, അപ്പം നമ്മൾ ഈ നടക്കുന്നതിൻ്റെ ഒരു കാര്യം പ്ലാൻ ചെയ്തല്ലോ. അപ്പോൾ ആ ഒരുവിധം കാര്യങ്ങൾ പിടിയിട്ടും ഈ വണ്ടി ഓടിപ്പോയി കഴിയുമ്പോൾ, കാരണം നടക്കാൻ പ്ലാനിട്ട പിള്ളേർ തന്നെ പറഞ്ഞു അണ്ണാ തിരിച്ചു വന്നപ്പോൾ പണി കിട്ടിയാനേന്ന്. അപ്പോൾ ഈ കാണുന്ന വ്യൂ ആണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ നായാട്ട് മൂവി, ബിജു മേനോനൊക്കെ അഭിനയിച്ച ആ സിനിമയുടെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്, ക്ലൈമാക്സിൻ്റെ ഒക്കെ ഓരോ ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ നല്ലൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഫോണിൻ്റെ ക്യാമറ സൂം ചെയ്തെടുത്ത വ്യൂ ആണ്. അപ്പോൾ ദൂരെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. പിന്നെ ഈ വ്യൂ പോയിന്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു കട കണക്കുണ്ട്, നമ്മുടെ നാട്ടിലെ പെട്ടിക്കട കണക്കെന്ന് പറയുന്നത്. അതിൻ്റെ പേരയ്ക്ക് അവിടുത്തെ ഒരു മാങ്ങ, അവിടുത്തെ സുലഭമായി കിട്ടുന്ന പ്രാഷൻ പൊറോട്ട് പഞ്ചസാര ഇടാതെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. വട്ടവടയിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ അകലെയാണ് ചിലന്തിയാർ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഈ 8 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ അസഹനീയമായിട്ടുള്ളൊരു റോഡാണ്. അപ്പോൾ കൂടുതലും ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലാത്ത വണ്ടിയും കൊണ്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള വണ്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കയറി ഇറങ്ങി പോകാനായിട്ട് വളരെയധികം സൗകര്യപ്പെടും. അതുപോലെ തന്നെ പല സ്ഥലത്തും റോഡുകളിൽ കല്ലുകൾ വലിയ രീതിയിൽ ഇരിപ്പുണ്ട്. അപ്പം അടി തട്ടുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ യാത്ര പൂർത്തിയാക്കാതെ വണ്ടി അവിടെ ഇട്ട് നടന്നു പോകേണ്ടൊക്കെ സ്ഥിതിയൊക്കെ വരും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ മുൻകൂട്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ആലോചിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു വരിക. കാരണം ഇതിന് 2 കിലോമീറ്റർ മേളിലൊക്കെ ആകുമ്പോഴത്തേക്കും ജീപ്പിൻ്റെ സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ താഴെ ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയൊരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചായക്കട എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാനത് അന്വേഷിച്ചിരുന്നില്ല. ഇതാണ് നമ്മുടെ ചിലന്തിയാറിലെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഡാം പോലെ, ചെക്ക് ഡാം പോലെ കിട്ടുന്നതിൻ്റെ ആയിട്ട്. അപ്പോൾ ആ ഒരു സൈഡിൻ്റെ ഭാഗത്തായിരുന്നു നമ്മൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഇറങ്ങി നിന്നിരുന്നതും ഫോട്ടോയൊക്കെ എടുത്തതും. അപ്പോൾ ഇതിപ്പം കുറച്ച് മുന്നോട്ടായിട്ട് ഒരു വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഞാനും അപ്പവും കൂടെയുള്ള പിള്ളേരും കാര്യങ്ങളെല്ലാം ഉണ്ട്. മൂന്നാറിലെ വട്ടവട ഗ്രാമത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് ചിലന്തിയാർ വെള്ളച്ചാട്ടം. ഇടതൂർന്ന ഹരിതവനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടം വളരെ പ്രസിദ്ധിയാർന്നതും അധികം പുരോഗമനം വരാത്തതുമായിട്ടുള്ള ഒരു വാട്ടർഫാൾസാണ്. അധികം മഴയുള്ള സമയങ്ങളിൽ ഇവിടേക്ക് പോകാനായിട്ട് ആരും ശ്രമിക്കരുത്. അപ്പോൾ അത്രയും ഒരു നല്ലൊരു ആംബിയൻസ് ആയിരിക്കില്ല. അതേപോലെ തന്നെ പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ഇങ്ങനെയുള്ള ഒരു ടൈമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഒഴുകുന്ന രീതിയൊക്കെ നമുക്ക് കാണാൻ, അതിനകത്ത് ആസ്വദിച്ച് കുളിക്കാനൊക്കെ നല്ലൊരു പറ്റിയ സമയമായിരിക്കും. ഞാൻ പോയ സമയം ഏതാണ്ട് സെപ്റ്റംബർ
ആ ഒരു നവംബർ ആ ഒരു ഇതിനിടയ്ക്ക് വെച്ചാണ് പോയത്. നല്ല ഉണങ്ങി, അതായത് വരണ്ട കാലാവസ്ഥയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നിരുത്സാഹപ്പെട്ട് വരേണ്ടി വരും. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കുറവായിരിക്കും. തൊട്ട് മുകളിലായിട്ട് ചൂണ്ടിക്കാണിച്ച സൈഡിലൊരു ഷെഡ് പോലെ ഉണ്ട്. എന്തിൻ്റെ ആണെന്നൊരു ഐഡിയ ഇല്ല. ചിലന്തിയാർ കുറിച്ച് ചരിത്രങ്ങൾ തേടി നോക്കപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് അറിയാനായിട്ട് യാതൊന്നും അറിവും കാര്യങ്ങളും ഇല്ല. അപ്പം വലിയ കാര്യത്തിൽ ഞാൻ ചാടി പോവുകയാണ്. അപ്പം ആരും വീഴരുതെന്നൊക്കെ ഞാൻ നോക്കി വരണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്ത് ഉപദേശി അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതും ഒരു ഷൂവിൻ്റെ ലേസിൽ ഞാൻ ചവിട്ടുന്നുണ്ട്. ചവിട്ടി പിടിച്ചേക്കാണ്. ചവിട്ടി പിടിക്കുന്നത് അടങ്ങുന്നത് വലുതായിട്ട് പരുക്കും കാര്യങ്ങളൊന്നും പറ്റിയില്ല. പിന്നെ ഈ അട്ടയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അവിടെ പ്രദേശത്തൊന്നും കണ്ടില്ല. നമ്മുടെ കാലിൽ പറ്റിയിടിക്കുക അങ്ങനെയൊന്നും. അവിടെ നിന്ന് വീഴ്ചയൊക്കെ വീണ് അത് സന്തോഷത്തോടെ ഇരുന്ന് ഷൂസിൻ്റെ ലേസൊക്കെ വൃത്തിയായിട്ട് നല്ല ഇറുക്കി കെട്ടി. അപ്പോൾ പാലമൊക്കെ കടന്ന് നേരെ ഞാൻ ഇപ്പുറത്തേട്ട് വന്നു. അപ്പോൾ നമ്മുടെ ചെന്നൈയിലുള്ള ചങ്ങാതിയാണ് പുള്ളിക്കാരൻ. നല്ല പേടിച്ചുകൊണ്ട് വരുന്ന ഒരു സോളോ റൈഡറാണ്. ഇയാളുടെ ഒരു ചെറിയൊരു കഥ തന്നെ പറയാനുണ്ട്. ബാക്കി വരുന്ന നമ്മുടെ ആലുവല ചങ്ക പിള്ളേരാണ്. അപ്പോൾ നമ്മുടെ ചെലന്തിയാറുടെ ആ ഒരു വാട്ടർഫാൾസിൻ്റെ ഒരു ഭാഗം ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടുത്തെ അത്യാവശ്യം ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നൊരു പ്രദേശമല്ല. ഭയങ്കര നിഗൂഢത നിറഞ്ഞ പോലുള്ളൊരു അന്തരീക്ഷവും അതേപോലെ ഇരിക്കുന്ന പൈൻമരങ്ങളും. ആരൊക്കെ നമ്മുടെ പൈൻമരങ്ങളുടെ ഇടയിൽ നിന്നിങ്ങനെ വീക്ഷിക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ് അതിൽ നടന്നു പോകുമ്പോൾ. അവിടെ കാറ്റിന് പോലും ഒരു നിശബ്ദത പോലുള്ള രീതി. പിന്നെ പോകുന്ന വഴി അതേപോലത്തെ ഒരു എന്തോ പറയുന്ന ഹൊറർ മൂഡ്. ആ ആംബിയൻസിൽ നമുക്ക് അതിലേക്കൂടെ നടന്നു പോകാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചെലന്തിയാറിൻ്റെ ഒരു അടുത്തൊരു ടോപ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. മൂവ് വന്നപ്പോഴത്തേക്കും ആ താഴത്തെ ഭാഗത്ത് നിന്നിട്ട് പോകുമായിരുന്നു. കാരണം നല്ല വെള്ളം തൊഴുക്കുള്ള സമയം വരുന്നത്. ഇപ്പം വെള്ളം ഒരു ലെവലായതിൻ്റെ പേരിലാണ് ഇപ്പുറം വരാൻ ക്രോസ് ചെയ്ത് വന്നത്. ഞാൻ വീണില്ലേ, അതിലേക്കൂടെ ക്രോസ് ചെയ്ത് വന്നാണ് ഇങ്ങനെ കയറി പോകുന്നത്. വലിയ രീതിയിലല്ലാത്ത രീതിയിലൊരു ചെറിയ ട്രക്കിങ്, വലിയ ആളും അനക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ സൈലൻ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചിലന്തിയാർ വാട്ടർഫാൾസ് എന്ന ഏരിയ. കാരണം അധികം ഒച്ചപ്പാടോ ബഹളോ അങ്ങനെ മറ്റ് കൂട്ടമായിട്ടുള്ള രീതിയൊന്നും അവിടെ അധികം ഇല്ല. അപ്പോൾ അധികം ആരും അവിടെ വാട്ടർഫാൾസിൽ ഇറങ്ങി കുളിക്കുന്നൊരു രീതി കണ്ടില്ലായിരുന്നു. പ്രേതങ്ങളുടെ മൂവി അല്ലാതെ നമ്മുടെ ഈ സൈക്കോ മൂവീസൊക്കെ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ഉള്ളൊരു പ്രദേശമായിട്ടാണ് തോന്നിയത്. ഈ ഒരു ചെറിയ ട്രക്കിങ്ങിനകത്ത് ഈ കാണുന്ന ഭാഗത്തൊരു ചെറിയൊരു ഗുഹ, ഒരു ടണൽ പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാണ് നമ്മുടെ അപ്പു വിളിച്ചോണ്ട് പോകുന്നത്. അപ്പം പുള്ളിക്കാരന് തന്നെ ആദ്യമേ പറഞ്ഞു നീ ഉള്ളിലോട്ട് കയറി പോകും. സിംഹമൊക്കെ ഉണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. ആദ്യം നീ പോ. ഫ്ലാഷ് ഓണായിരിക്കുന്നു. നീ കൂടുതൽ നോക്കാം. ഏത് സ്ഥലമൊന്നും വന്നോ ആരും പേടിക്കണ്ട, എല്ലാവരും ഓടിക്കും. ഓ വലിച്ച് കൊടുങ്ങോ. ഇതിന് പണി കാണിക്കല്ലേ. വഴി തെറ്റി, വഴി മാറി. ഓ നോക്കി വഴി തെറ്റിപ്പോ വിളിച്ചോണ്ട് പൊക്കെ ഇട്ടാനെ. ഗൈഡ് ശരിയല്ല. അയ്യോ വാവാ, പാമ്പ് വല്ലതും കാണൂടെ? നോ പ്രോബ്ലം. ആ ഏരിയ കൂടെയൊക്കെ പൊത്ത് കയറി പോണു. അയ്യോ ഇത് ഒരാൾക്ക് മാത്രമേ കയറാൻ ഒക്കുള്ളൂ കേട്ടോ. കരിയുണ്ടെങ്കിൽ അതിനകത്ത് എറിയിരിക്കും. കണ്ടാണോ? അവിടെ ഇല്ല കുപ്പികൾ. ഇവിടെ സാധനമുണ്ട്. ഇവിടെ പിടി. തല പൊക്കല്ലേ, തല പൊട്ടും. ഇത് പിടി, വെള്ളം പിടി. ശുക്ര വെള്ളം പിടി. ക്യാമറ പിടിച്ചേ, അടിച്ച് കയറി. ഓണാണ് നേരെ പിടി.
നീ 10 രൂപ കാര്യം തോന്നി. മുകളിലോട്ട് പോ, എന്നാലേ അവർക്ക് ആകാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ അപ്പു പറയാണ് ഇതിനകത്ത് 58 വയസ്സുള്ള അമ്മച്ചി വരെ ഇറങ്ങി കയറി വന്നു, പിന്നെ കാണാൻ പാടം. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് പോവുകയാണ് മുകളിലോട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നിറയെ വലിയ പാറകളും വള്ളിപ്പടർപ്പും വേരും കുറ്റിച്ചെടികളെല്ലാം ഉണ്ട്. സൂക്ഷിച്ച് പോയാൽ നമ്മൾ വീണ് പല്ലിൻ്റെ എണ്ണം കുറയാതെ വീട്ടിലെത്താം. വെള്ളം കണ്ടാൽ കലക്കി അടിഞ്ഞണക്ക് വരുന്നതെന്ന് തോന്നും. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തിട്ട് ഇതാണ്ടാണ് ഈ വെള്ളം കിടക്കുന്നത്. പക്ഷേ അങ്ങനെ അഴുക്കും ഉള്ള പ്രദേശമൊന്നുമല്ല, കാരണം വേറെ മാലിന്യങ്ങളായിട്ടുള്ള ഒന്നും കണ്ടില്ല, കാട്ടരുവി തന്നെയാണ്. അപ്പോൾ അവിടെ കുളിക്കുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആദ്യമായിട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഇവിടെ വന്നിട്ട് പരിചയമുള്ളതുകൊണ്ട് ഫസ്റ്റ് അവൻ തന്നെ ഇറങ്ങി അതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നതിന് ശേഷം മാത്രം അവിടെ സേഫ് ആണെന്ന് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കുടുങ്ങാറുണ്ട്. കാരണം ഇങ്ങനെ കുത്തൊഴുകി വരുന്ന പാറകളുടെ ആഴങ്ങൾ ചിലപ്പോൾ സ്ഥലത്ത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അതിൽ ഈ കല്ലിനകത്തുള്ള വിടവ് കാല് വീണ് ലോക്കാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പലയിടത്തും നടന്നിട്ടുണ്ട്. അത് നമ്മൾ അറിവില്ലാതെ പോയി ചാടി കൊടുക്കുന്നതിൻ്റെ പേരിൽ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ലോക്കലോ അല്ലെങ്കിൽ ഗൈഡായിട്ട് കൂടെ അറിയുന്ന ആരെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ സ്വർണ്ണം ഒഴുകുന്ന ചിലന്തിയാണെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഈ പാറയുടെ ഇടയിലൂടെയൊക്കെ വെള്ളം ഒഴുകി വന്നിട്ട് ഈ സൈഡിലായിട്ട് ഈ മണൽത്തരി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ സ്വർണ്ണം കണക്ക് ഗോൾഡ് കണക്ക് നല്ലോണം വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഞാൻ കുറേ വാരി കയ്യിലും പുറത്തൊക്കെ തേച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് നമ്മുടെ സീക്കൻഡ്, അതായത് മിനുക്കമൊക്കെ തേക്കുന്ന പോലെ അതേപോലെ തരി, അതാണ് നമുക്ക് നല്ല സൂക്ഷിച്ച് നോക്കിയാൽ കാണാം സ്വർണത്തിൻ്റെ തരി പോലെ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് സ്വർണ്ണമാണോ എന്താണോ? ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇനി കുറ്റിയും പറിച്ച് ചാക്കും എടുത്ത് വണ്ടിയും വിളിച്ച് പോയി അവിടെ പോയി സ്വർണ്ണമായിരിക്കുന്ന പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയയാണ്, ചട്ടിയിലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പരിപാടി പോയി അവിടെ പോയി ഒപ്പിച്ച് കഴിഞ്ഞാൽ ഞാനോ എൻ്റെ എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരോ ഇതിന് യാതൊരു ഉത്തരവാദിയുമല്ല. നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ ഒരു ചുള്ളിക്കമ്പ് പോലും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പാടില്ല. അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പോവുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. അപ്പോൾ കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ മുകളിലോട്ട് കയറി. അപ്പോൾ ഈ കാണുന്ന പ്രദേശം കഴിഞ്ഞ് താഴെ ചിലന്തിയാറിലോട്ട് പോകണം. അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ കയറി മുകളിലോട്ട് വന്ന ഇതിലെ കൂടെയാണ്. ഇതിൻ്റെ താഴെ കുറച്ച് വ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ ആ സൂപ്പർ വ്യൂ ഒക്കെ കാണാൻ പോകുന്നവർ ഇവിടെ അപകടം പിടിച്ചൊരു പ്രദേശമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് പോകുക, കൊച്ചുകുട്ടികളെ ഒന്നും കൊണ്ടുവരാതിരിക്കുക മാക്സിമം. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ടോപ്പ് വ്യൂവിൽ പോകുന്നുണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹാസി മൗണ്ടൻ്റെ നൈറ്റ് വ്യൂയും പരിപാടിയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ.